വടക്കൻ ഗോവയിലെ ബസ്തോര ഫ്ലൈ ഓവറിന് സമീപം അർദ്ധബോധാവസ്ഥയിൽ വിവസ്ത്രയായി യുവതിയെ കണ്ടെത്തി. 27 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്നെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന് യുവതി പറയുന്നു. മാനസിക നില തെറ്റിയ നിലയിലെന്ന് പോലീസ്. ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, എപ്പോഴാണ് ഈ യുവതിയെ എങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഇവരുടെ നാട് എവിടെ, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഗോവയിലെത്തി? അതോ അവിടുത്തെ തന്നെ സ്വദേശിയാണോ? ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? ഗോവയിൽ തന്നെയുള്ള സ്ത്രീയെയാണ് ഇന്ന് രാവിലെ അർദ്ധബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. ഗോവയിലെ ബസ്തോര ഫ്ലൈ ഓവറിന് സമീപമാണ് പുലർച്ചെ 4:45 ആ വഴി പോയ ആളുകൾ സ്ത്രീയെ കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവരുടെ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. മാനസിക ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കുന്നുണ്ട് എന്നതും പോലീസ് പറയുന്നു. ഒപ്പം തന്നെ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രതികരണമായി ഇപ്പോൾ പുറത്തു വരുന്നത് അവർ സ്വയം ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നതാണ്. അവരിപ്പോൾ മാനസിക ചികിത്സയ്ക്കുള്ള കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴി പ്രാഥമികമായി അവർ പറയുന്നത് 6ഓളം പേർ ചേർന്ന് തന്നെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന കാര്യമാണ്. പക്ഷെ അത് പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ ആ മൊഴി വിശ്വസിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം ഇതിൽ വേണം എന്നതാണ് വടക്കൻ ഗോവ SP രാഹുൽ ഗുപ്ത അടക്കമുള്ളവർ പറയുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണത്തിൽ വ്യക്തമായത് പോവരമിൽ നേരത്തെ ഒരു ബലാത്സംഗ കേസ് ഈ പെൺകുട്ടി 27കാരി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ദുരൂഹത എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.